കരുതലിന്റെ അമ്മവാത്സല്യവുമായി വെള്ളന്നൂരിലെ പുൽപ്പറമ്പിൽ സ്നേഹപ്രഭ നീന്തൽ പരിശീലിപ്പിച്ചത് ആയിരങ്ങളെ. ഈ മാതൃദിനത്തിനും വെള്ളത്തിലുണ്ടാകുന്ന അപകടങ്ങളെ ചെറുക്കാൻ സ്നേഹപ്രഭയുടെ അക്കാദമിയിൽ നീന്തൽ പരിശീലനത്തിനെത്തുന്നത് വിവിധ പ്രായത്തിലുള്ള നിരവധി പേർ. വിലയുണ്ട് സ്നേഹപ്രഭയുടെ ഈ കരുതലിന്. ഓരോ വർഷക്കാലത്തും രൗദ്രഭാവം പൂണ്ട് നിരവധി ജീവനുകളെ ആഴത്തിലേക്ക് വലിച്ചെടുത്ത ചെറുപുഴയിലെ സങ്കട കാഴ്ചകളാണ് ചാത്തമംഗലത്തെ വെള്ളന്നൂർ പുൽപ്പറമ്പിലെ സ്നേഹപ്രഭയെ 14 വർഷമായി തുടരുന്ന നീന്തൽ പരിശീലകയുടെ റോഡിലേക്ക് എത്തിച്ചത്. ചെറുപ്പം മുതലേ നീന്തൽ വശമുണ്ടായിരുന്നെങ്കിലും സ്നേഹപ്രഭ എവിടെയും നീന്താനൊന്നും പോകാറില്ലായിരുന്നു. എന്നാൽ ചെയ്തിരുന്ന ടൈലറിംഗ് ജോലികൾക്കിടയിൽ ഇരു കൈകൾക്കും വേദന വന്നപ്പോൾ നാട്ടിലെ ഒരു ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ നിർദ്ദേശിച്ചത് നീന്താനായിരുന്നു. അങ്ങനെ വീടിനടുത്ത ഒരു ചെറിയ കുളത്തിൽ നീന്തി തുടങ്ങി. അതുകണ്ട് കൗതുകം പൂണ്ട് കൂടെ കൂടിയവർക്ക് നീന്തലിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു. ഇന്ന് സ്നേഹപ്രഭ നീന്തൽ അക്കാദമി സ്ഥാപിക്കുന്നതിലേക്കും 4000-ഓളം വിവിധ പ്രായത്തിലുള്ളവരെ നീന്തൽ പഠിപ്പിക്കുന്നതിലേക്കും സ്നേഹപ്രഭ എന്ന ഈ അമ്മയെ എത്തിച്ചു. ചെറുപ്പത്തിൽ നീന്തൽ പഠിച്ചിട്ടുണ്ട്. അച്ഛനാണ് ചെറുപ്പത്തിൽ പഠിപ്പിച്ചത്. പിന്നെ ഞാൻ കൈവേദന വന്നിട്ട് ഡോക്ടർ പറഞ്ഞ പ്രകാരം നീന്താൻ ഇറങ്ങിയപ്പോൾ ഒരുപാട് കുട്ടികൾ അടുത്ത് വന്നിട്ട് ആൻറ്റി പഠിപ്പിച്ച് തരുമോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഒരു കുട്ടീൻ്റെ വീട്ടിൽ പുഴവെള്ളം വന്നപ്പോൾ ആ കുട്ടീൻ്റെ ഉപ്പയും ആങ്ങളെയും രണ്ടാൾ മുങ്ങിയപ്പോൾ ആ കുട്ടി രക്ഷിച്ചോന്നും പറഞ്ഞിട്ട് അതിൻ്റെ ഉമ്മ എന്നോട് വിളിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ പഠിപ്പിച്ച കാരണം കൊണ്ട് ആ കുട്ടി അവരെ രക്ഷിക്കാൻ സാധിച്ചു, ഒരുപാട് നന്ദി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരുപാട് പേര് ഈ ഒരു കാലവർഷക്കാലത്ത് പുഴവെള്ളം വന്നിട്ടും പല രീതിയിലും കുട്ടികൾ വെക്കേഷനിലൊക്കെ കളിക്കാൻ പോയിട്ടും ഒക്കെ മരണപ്പെടുന്നുണ്ടല്ലോ വെള്ളത്തിൽ പോയിട്ട്. അപ്പം ഞാൻ അതിനായിട്ട് ഇറങ്ങി. ഞാൻ തന്നെ ലൈഫ് ജാക്കറ്റൊക്കെ നിർമ്മിച്ചിട്ട് ഒരുപാട് താഴ്ചയുള്ളൊരു കുളത്തിലാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഒരു 3570 ആളെ ആ കുളത്തിൽ നിന്ന് പഠിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ഒരുപാട് സന്തോഷം തരുന്നതാണ്. നമുക്കൊരു അനുഗ്രഹമായിട്ട് കിട്ടിയ പോലെയാണ് മനസ്സിലാക്കുന്നത്. രാവിലെ 6:30 മുതൽ വൈകിട്ട് 6 വരെയാണ് പരിശീലനം. നീന്തൽ പരിശീലനത്തിന് ധാരാളം പേർ എത്തുന്നുണ്ടെങ്കിലും സ്നേഹപ്രഭ എന്ന ഈ അമ്മയുടെ കണ്ണും കരുതലും എല്ലാവരിലുമുണ്ട്. നമ്മളെ ഈ ഏരിയ എന്ന് വെച്ചാൽ പൊതുവെ വെള്ളക്കെട്ടുകൾ, മഴ പെയ്യുമ്പോഴത്തേക്ക് വെള്ളം പൊങ്ങുന്നൊരു സ്ഥലമാണ്. അപ്പം നമ്മളെ കുട്ടികളെയൊക്കെ നീന്താൻ പഠിപ്പിക്കുക, ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ, അതായത് വെള്ളത്തിലൊക്കെ പെട്ടു പോകുമ്പോൾ ഇത് സർവൈവ് ചെയ്ത് പോരാൻ വേണ്ടി കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശം ഞങ്ങൾക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ മക്കളെ നീന്താൻ പഠിപ്പിക്കാൻ കൊണ്ടുവന്നത് ഇവിടേക്ക്. നമ്മൾ ഇപ്പോൾ ഒരു 10 ക്ലാസ്സായി, നന്നായി നീന്താൻ പഠിച്ചു. മക്കളൊക്കെ അത്യാവശ്യം നന്നായിട്ട് നീന്താൻ തന്നെ പഠിച്ചു. ഇവിടെ പ്രതീക്ഷിൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ നന്നായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നന്നായി ശ്രദ്ധിക്കുന്നുണ്ട് കുട്ടികളെ. ഒരു ബുദ്ധിമുട്ടും ഒരു പ്രശ്നങ്ങളും വരാത്ത രീതിയിൽ പ്രത്യേകിച്ച് കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഞങ്ങളെ രക്ഷിതാക്കളെ സംബന്ധിച്ച് വളരെ പ്രധാനമായിട്ട് നമ്മൾ എടുക്കുന്ന കാര്യം. അത് തന്നെയാണ് നമ്മളെ കുട്ടികൾക്ക് സേഫായിട്ട് നീന്താൻ പഠിപ്പിക്കാം. അക്കാര്യത്തിൽ ഞങ്ങളിവിടെ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. വളരെ ഹൈജീനിക് ആണ്. കൃത്യമായി എല്ലാ ദിവസവും വൃത്തിയാക്കുന്നുണ്ട്. പ്രവേശിന്റെ കണ്ണ് എപ്പോഴും നമ്മുടെ എല്ലാ കുട്ടികളുടെ നേരെ ഉണ്ട്. ഭിന്നശേഷിക്കാരുൾപ്പെടെയുള്ളവർക്ക് നീന്തൽ പരിശീലിപ്പിക്കുന്നതിൽ പ്രത്യേകം വൈഭവമുണ്ട് സ്നേഹപ്രഭയ്ക്ക്. ഏത് ആഴമേറിയ വെള്ളത്തിലും നീന്തി തുടിക്കുന്നതിനും ശ്വാസം പിടിച്ച് മുങ്ങി നിൽക്കുന്നതിനും വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്നതിലും പ്രത്യേക പരിശീലനങ്ങൾ നൽകുന്നുണ്ട് അക്കാദമിയിൽ. കൂടായിട്ട് ഒരു 5 മാസമായിട്ടുള്ളൂ. അത് ആഴേറിയ കുളത്തിൽ പഠിപ്പിക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പോയിട്ട് ട്രെയിനിങ് എടുത്ത് ലൈഫ് ഗാർഡ് ട്രെയിനിങ്ങും എടുത്ത് ഇപ്പോൾ സർട്ടിഫൈഡ് ട്രെയിനറും ലൈഫ് ഗാർഡും ഒക്കെ ആയിട്ട് നമ്മൾ തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് കൂടുതൽ പേരെ നല്ല രീതിയിൽ നല്ല വെള്ളത്തിൽ, മറ്റേത് അഴുക്ക് വെള്ളമാവുമല്ലോ പലപ്പോഴും പുഴവെള്ളം വരുമ്പോഴും വേനൽക്കാലത്തും ഒക്കെ അഴുക്കുള്ള വെള്ളത്തിലാണ് കുട്ടികൾ പഠിപ്പിക്കുന്നത്. ഓരോരുത്തർ വിലപ്പെട്ട സ്വത്തല്ലേ മക്കൾ എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിൽ അവർ കൊണ്ടുവരുമ്പോൾ അവർക്ക് നല്ല ട്രീറ്റ് കൊടുക്കുക എന്നുള്ള ഒരു ചിന്ത വന്നു. പരിശീലനത്തിനെത്തുന്നവർ ഏറെ താല്പര്യത്തോടെയാണ് ഇവിടെ എത്തുന്നത്. നീന്തലിന്റെ ബാലപാഠങ്ങൾ പരിശീലിപ്പിക്കുന്ന സ്നേഹപ്രഭ എന്ന പരിശീലകയുടെ കരുതലും മാതൃസ്നേഹത്തോടുള്ള പരിശീലനവും എല്ലാവർക്കും പെട്ടെന്ന് തന്നെ നീന്തൽ വശത്താക്കുന്നതിന് കാരണമാണ്. ഈ മാതൃദിനത്തിലും മാതൃസ്നേഹത്തോടെ ചേർത്ത് നിർത്തിയുള്ള സ്നേഹപ്രഭ എന്ന ഈ അമ്മയുടെ പരിശീലനം ധാരാളം പേരെ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സഹായിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.